ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡീസ് വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജനുവരിയിൽ നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 3. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3 ശരി. 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നാണ് 1741 ഓഗസ്റ്റ് 10. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഡീലനോയ്. ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ ആരാണ്? ക്യാപ്റ്റൻ ഡീലനോയ്. 1721 ഏപ്രിൽ 15 നടന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരായിരുന്നു? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മ. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് എന്തടിച്ചമർത്തുന്നത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാ? 1723 വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ വേണാട് രാജാവ് രാമവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം. തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ. മലബാർ, കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിച്ച ഉടമ്പടിയായിരുന്നു 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. മലബാർ, കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിച്ച ഉടമ്പടി ഏതാണ്? 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ. ബ്രിട്ടീഷ് റെസിഡന്റുമാരിലൂടെ പരോക്ഷമായി ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് കൊച്ചിയും തിരുവിതാംകൂറും. ബ്രിട്ടീഷ് റെസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായത് തെരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ഇതില് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും ശരിയാണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ. ബിയും സിയും ഡിയും ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ഇത് 3 ശരിയാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന എന്നാ? അത് 1924 അല്ലെ? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 603 ദിവസം വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നു. മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ചൊന്ന് നോക്കാം. 1916 മുതൽ 1920 വരെ നടന്ന 5 ജില്ലാ സമ്മേളനങ്ങളാണ് മലബാറിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ചടുലമാക്കിയത്. 1916 മുതൽ
1920 വരെ നടന്ന 5 ജില്ലാ സമ്മേളനങ്ങളാണ് മലബാറിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ചടുലമാക്കിയത്. മലബാർ ജില്ലാ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MB നാരായണ മേനോൻ തുടങ്ങിയവരാണ് മലബാർ ജില്ലാ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. പ്രഥമ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് KP കേശവമേനോൻ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. 1916 പാലക്കാട് വെച്ചിട്ട് നടന്ന പ്രഥമ സമ്മേളനത്തിലാണ് KP കേശവമേനോൻ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷ ആനി ബസന്റ്. 1917 രണ്ടാം സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. അതിന്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യര്. 1917 രണ്ടാം സമ്മേളനം കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അധ്യക്ഷൻ CP രാമസ്വാമി അയ്യർ. 1918 മൂന്നാം സമ്മേളനം നടക്കുന്നത് തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. ആസാദ് അലി ഖാൻ ആയിരുന്നു അധ്യക്ഷൻ. മൂന്നാം സമ്മേളനം തലശ്ശേരിയിൽ വെച്ചിട്ട് 1918 നടന്നു. അധ്യക്ഷൻ ആസാദ് അലി ഖാൻ. 1919 നാലാം സമ്മേളനം വടകരയിൽ വെച്ചിട്ടാണ്. വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KP രാമൻ. നാലാം സമ്മേളനം നടന്നത് എന്നാണ്? 1919 വടകരയിൽ വെച്ചിട്ടാണ്. വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KP രാമൻ. 1920 അഞ്ചാം സമ്മേളനം മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. മഞ്ചേരിയിലെ അഞ്ചാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. അഞ്ചാം സമ്മേളനം 1920 മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. ആധുനിക കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വഴിത്തിരിവ്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്, കേരളത്തിന്റെ സൂററ്റ് എന്നൊക്കെ അറിയപ്പെട്ട മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 അഞ്ചാം മഞ്ചേരി സമ്മേളനം. എന്തൊക്കെ പേരാണ് അറിയപ്പെട്ടത്? ആധുനിക കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വഴിത്തിരിവ്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല്, കേരളത്തിന്റെ സൂററ്റ്. ഇങ്ങനെയൊക്കെ അറിയപ്പെട്ട സമ്മേളനം ഏതാണ്? 1920 മഞ്ചേരി സമ്മേളനം, അഞ്ചാം സമ്മേളനം. അഞ്ചാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ദേശീയ നേതാവ് ആരാണ്? അത് ആനി ബസന്റ്. അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ദേശീയ നേതാവ് ആനി ബസന്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യ സമാജം രാജാറാം മോഹൻ റോയ്, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാണ്? 2, 3, 4 ജോഡികളാണ് ശരിയായിട്ടുള്ളത് അല്ലെ? 2, 3, 4. ഓപ്ഷൻ ബി. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ആര്യ സമാജം സ്ഥാപിച്ചതാരാ? അത് ദയാനന്ദ സരസ്വതിയാണ്. 1875 ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. 1897 മെയ് 1 സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. എന്നാണ് 1897 മെയ് 1. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ ബേലൂർ മഠം. ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലെ ബേലൂർ മഠം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. വനിതാ വിഭാഗം ഏതാണ്? ശാരദാ മഠം. 1923 മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും ചേർന്ന് സ്ഥാപിച്ചതാണ് സ്വരാജ് പാർട്ടി. മോത്തിലാൽ നെഹ്റുവും CR ദാസ്, ചിത്തരഞ്ജൻ ദാസും ചേർന്ന് സ്ഥാപിച്ച എന്താണ്? സ്വരാജ് പാർട്ടി. ചിത്തരഞ്ജൻ ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായിരുന്നു. സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു, പ്രസിഡന്റ് ചിത്തരഞ്ജൻ ദാസ്. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാരാണ്?
സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആയിരുന്നു ആര്? സി രാജഗോപാലാചാരി. ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയെയാണ്. എങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി? എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായതേത്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി. അമേരിക്കയുടെ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് 1783 സെപ്റ്റംബർ 3 ഇംഗ്ലണ്ട് ഒപ്പുവെച്ച കരാറാണ് പാരീസ് ഉടമ്പടി. അമേരിക്കയുടെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് 1783 സെപ്റ്റംബർ 3 ഇംഗ്ലണ്ട് ഒപ്പുവെച്ച കരാറാണേത്? പാരീസ് ഉടമ്പടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊന്നാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ. കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം എവിടെയാ? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ നടന്നത്. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാന്ന് ചോദിച്ചാൽ ജോർജിയ. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ജോർജിയ. രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് ജോർജ് വാഷിംഗ്ടൺ. രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ വെച്ചിട്ട് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികള് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികൾ ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അതുപോലെ വേഴ്സായ് സന്ധി ഒന്നാം ലോകമഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1919 ജൂൺ 28 വേഴ്സായ് സന്ധി ഒപ്പുവയ്ക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഏതാണ്? ഏഷ്യ. ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത്? ഇന്തോനേഷ്യയിൽ നിന്ന്. 2022 G20 ഉച്ചകോടി വേദി ഇന്തോനേഷ്യ ആയിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇന്ത്യ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. 2023 18ാമത് G20 ഉച്ചകോടിയുടെ വേദിയായിരുന്നു ഇന്ത്യ. 2024 വേദി ഏതാ? ബ്രസീൽ. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ G20 ഉച്ചകോടിയായിരുന്നു 2023 നടന്നത്. 2023 ലോഗോ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലുള്ള ലോഗോയായിരുന്നു. എന്തായിരുന്നു? ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലുള്ള ലോഗോയായിരുന്നു 2023 G20 ഉച്ചകോടിയുടെ ലോഗോ. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം വസുധൈവ കുടുംബകം. 1 ഫാമിലി 1 എർത്ത് 1 ഫ്യൂച്ചർ. എന്താണ്? വസുധൈവ കുടുംബകം. എവിടെയാണ് ഈ പ്രമേയം ഉൾക്കൊണ്ടത്? മഹാഉപനിഷത്തിൽ നിന്ന്. മഹാഉപനിഷത്തിൽ നിന്നാണ് വസുധൈവ കുടുംബകം എന്ന പ്രമേയം ഉൾക്കൊണ്ടിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10. ഓപ്ഷൻ എ 10. 2023 13ാമത് ക്രിക്കറ്റ് ലോകകപ്പ് ഒന്ന് നോക്കാം. ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യ ലോകകപ്പാണ് ഏത്? 2023 നടന്നത്. ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യ ലോകകപ്പ് 2023 ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെയാണ് നടന്നത്. 2023 ഒക്ടോബർ 5 മുതൽ നവംബർ 19 വരെ. ജേതാക്കള് ഓസ്ട്രേലിയ ആയിരുന്നു.
റണ്ണറപ്പ് ഇന്ത്യ. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ 6ാം കിരീടം സ്വന്തമാക്കിയത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഓസ്ട്രേലിയ 6ാമതാണ് കിരീടം സ്വന്തമാക്കുന്നത്. ആകെ മത്സരങ്ങൾ 48 ആയിരുന്നു. ആകെ ടീമുകൾ 10. ഔദ്യോഗിക ഗാനം ഇതിൻ്റെത് ദിൽ ജഷൻ ബോലെ എന്നുള്ളതായിരുന്നു. 2023 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷൻ ബോലെ. ഭാഗ്യചിഹ്നങ്ങൾ ബ്ലെയ്സും ടോങ്കും. ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്ലെയ്സ്, ടോങ്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ ആരാ? രോഹിത് ശർമ്മ. 597 റൺസ് നേടി. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 597 റൺസാണ് നേടിയത്. 2023 ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം മുഹമ്മദ് ഷമി. 2023 ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ്? മുഹമ്മദ് ഷമി. 2027 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2027 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവ. ഏതൊക്കെയാണ്? സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രന്ഥശാല പ്രവർത്തകനായ P.N. പണിക്കരുടെ ജന്മസ്ഥലം. ഗ്രന്ഥശാല പ്രവർത്തകനായ P.N. പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? P.N. പണിക്കർ. കേരളത്തില് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് P.N. പണിക്കർ. ഇദ്ദേഹം 1926 സനാതന ധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഇദ്ദേഹം 1926 സ്ഥാപിച്ച വായനശാല ഏതാണ്? സനാതന ധർമ്മം. അതുപോലെ അമ്പലപ്പുഴ P.K. മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരുന്നു P.N. പണിക്കർ. അമ്പലപ്പുഴ P.K. മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആരായിരുന്നു? P.N. പണിക്കർ. തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവത്കരിച്ചതും P.N. പണിക്കരാണ്. 1995 ജൂൺ 19 ഇദ്ദേഹം അന്തരിച്ചത്. 1995 ജൂൺ 19 അന്തരിക്കുന്നത്. 1996 മുതൽ ഇദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നു മുതലാണ്? 1996 മുതൽ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനമാണ് ഹോക്കി. ഏതാണ്? ഹോക്കി. 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് ടോക്കിയോ ഒളിമ്പിക്സ് 2020 നടന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 നടന്നത് എന്നാണ്? 2021 2021 ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെ. കോവിഡ് കാരണമാണ് മാറ്റിവെച്ചത്. ഒളിമ്പിക്സിന്റെ പുതിയ മുദ്രാവാക്യം ഏതാ? വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച്. എന്താണ്? വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമിച്ച്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം മിറൈറ്റോവയാണ്. ഭാഗ്യചിഹ്നം എന്താണ്? മിറൈറ്റോവ. ടോക്കിയോ ഒളിമ്പിക്സിലെ കായിക ഇനങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 33. ടോക്കിയോ ഒളിമ്പിക്സിലെ കായിക ഇനങ്ങളുടെ എണ്ണം 33. മത്സര ഇനങ്ങൾ 339. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആകെ രാജ്യങ്ങളുടെ എണ്ണം 206. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആകെ രാജ്യങ്ങളുടെ എണ്ണം 206. ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാ? അത് ഉത്തര കൊറിയ. ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് ഉത്തര കൊറിയ. ടോക്കിയോ ഒളിമ്പിക്സിൽ വിലക്കിനെ തുടർന്ന് ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച രാജ്യം റഷ്യ. ടോക്കിയോ ഒളിമ്പിക്സില് വിലക്കിനെ തുടർന്ന് ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച രാജ്യമാണ് റഷ്യ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടി ചാമ്പ്യന്മാരായത് അമേരിക്ക. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടി ചാമ്പ്യന്മാരായ രാജ്യമാണ് അമേരിക്ക. 2ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 48. ഇന്ത്യയുടെ സ്ഥാനം 48. ഇന്ത്യ നേടിയ മെഡലുകൾ 7. ആകെ 7 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ
7 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 48. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്യോഗ സംവരണം. എന്തുമായിട്ടാണ്? ഉദ്യോഗ സംവരണവുമായിട്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സി കേശവൻ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാ? IC ചാക്കോ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം ഏതാണ്? കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം കേരള കേസരി. ഇത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജുഹ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ടിരുന്ന പത്രമാണേത്? കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാ? അത് സി കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 1. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 2. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 3. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. 4. മൂല്യം രേഖപ്പെടുത്താറില്ല. അപ്പോ ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ് ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന വരകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന വരകളാണ് ഇത് ഈസ്റ്റിങ്സ്. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളാണ് നോർത്തിങ്സ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന വരകൾ ഏതാണ്? നോർത്തിങ്സ്. ഈസ്റ്റിങ്സിന്റെയും നോർത്തിങ്സിന്റെയും നിറം ചുവപ്പായിരിക്കും. ഈസ്റ്റിങ്സിന്റെയും നോർത്തിങ്സിന്റെയും നിറം ഏതാണ്? ചുവപ്പ്. കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം കൂടി വരും. കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം എങ്ങനെയാണ്? കൂടി വരും. അതുപോലെ വടക്ക് ദിശയിലേക്ക് പോകുന്തോറും നോർത്തിങ്സിന്റെ മൂല്യവും കൂടി വരും. കിഴക്ക് ദിശയിലേക്ക് പോകുമ്പോൾ ഈസ്റ്റിങ്സിന്റെ മൂല്യവും വടക്ക് ദിശയിലേക്ക് പോകുമ്പോൾ നോർത്തിങ്സിന്റെ മൂല്യവും കൂടി വരും. ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകളാണ് റഫറൻസ് ഗ്രിഡ്. ഈസ്റ്റിങ്സും നോർത്തിങ്സും രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികയാണ് എന്ത്? റഫറൻസ് ഗ്രിഡ്. 2 തരത്തിലുള്ള ഗ്രിഡ് റഫറൻസ് ആണുള്ളത്. 4 അക്ക ഗ്രിഡ് റഫറൻസും 6 അക്ക ഗ്രിഡ് റഫറൻസും. ഏതൊക്കെയാണ്? 4 അക്ക ഗ്രിഡ് റഫറൻസും 6 അക്ക ഗ്രിഡ് റഫറൻസും. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനാണ് 6 അക്ക ഗ്രിഡ് റഫറൻസ് ഉപയോഗിക്കുന്നത്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രിഡ് റഫറൻസ് ആണ് 6 അക്ക ഗ്രിഡ് റഫറൻസ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.